1 million Tufan goals at World Cup 2026. എന്താണ് ഈ ക്യാമ്പയിൻ? എന്താണ് ഈ Tufan? എന്തിനാണ് കുട്ടികൾ ഒരുമിച്ച് 10 ലക്ഷം ഗോളുകൾ അടിക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ ഇതൊരു ഫുട്ബോൾ മാമാങ്കം മാത്രമല്ല, മയക്കുമരുന്നിനെതിരെയുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ സ്ട്രൈക്കാണ്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ 1 മുതൽ 12 വരെ സ്കൂളിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കാളികളാകുന്നത്. ജൂൺ 11 മുതൽ ജൂലൈ 20 വരെയാണ് സ്കൂളുകളിൽ ഈ ചലഞ്ച് നടത്തുന്നത്. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഫുട്ബോൾ ആവേശത്തിലൂടെ മയക്കുമരുന്നിനെതിരെ ഒരു കോട്ട കെട്ടുക. ഈ തൂഫാൻ എന്ന പേര് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. കേരള പോലീസ് സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയയെ വേരോടെ പിഴുതെറിയാൻ ആരംഭിച്ച വമ്പൻ ഡ്രൈവാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാക്രോ ഹണ്ട്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മയക്കുമരുന്ന് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ കേവലം കേസുകൾ എടുക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം എത്തിക്കാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ എന്ന മാധ്യമത്തെ തന്നെ അവർ തിരഞ്ഞെടുത്തു. നെഗറ്റീവ് എനർജിയെ സ്പോർട്സിന്റെ പോസിറ്റീവ് എനർജി കൊണ്ട് തകർക്കുക, ഇതാണ് തന്ത്രം. അപ്പോൾ ഈ 10 ലക്ഷം ഗോളുകൾ അടിക്കുന്നത് എങ്ങനെ ട്രാക്ക് ചെയ്യുമെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവിടെയാണ് ടെക്നോളജി വരുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് ഇതിനായി ഒരു സ്പെഷ്യൽ ഡിജിറ്റൽ ഡാഷ്ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ സ്കൂളിലും കുട്ടികൾ അടിക്കുന്ന ഗോളുകൾ കൃത്യമായി ഇതിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇതിൽ സ്പോർട്സ് മാത്രമല്ല ഉള്ളത്, വിദ്യാഭ്യാസം, പരിസ്ഥിതി ബോധവൽക്കരണം, ലഹരി വിരുദ്ധ ക്ലാസുകൾ എന്നിവയെല്ലാം കോർത്തിണക്കിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണിത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും വിവിധ സംഘടനകളും ഇതിൽ കൈകോർക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ലഹരിയുടെ വഴിയിലൂടെ പോകാതിരിക്കാൻ അവരെ കളിയിലൂടെയും ടീം സ്പിരിറ്റിലൂടെയും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഈ ക്യാമ്പയിന് സാധിക്കട്ടെ. 1 മില്യൺ ഗോളുകൾ എന്നത് കേവലം ഒരു നമ്പറല്ല, മയക്കുമരുന്നിനെതിരെ കേരളത്തിലെ തലമുറ അടിച്ചു കയറ്റുന്ന വിജയ ഗോളുകളാണിത്. നിങ്ങളുടെ സ്കൂളിലും ഈ തൂഫാൻ ആവേശം തുടങ്ങിയോ? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. ബൈ ബൈ.